അഡ്വക്കേറ്റ് എ ജയശങ്കർ, ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഇത് അതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ നമുക്ക് അറിവുള്ളതും അനുഭവമുള്ളതുമാണല്ലോ. എത്ര ആവേശത്തോടിട്ടാണ് CPM പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളഞ്ഞത്, എത്ര നിസ്സാരമായിട്ടാണ് ആ സമരം അവസാനിച്ചത്. ഇതുപോലെ അപഹാസ്യമായ ഒരു സമരം കേരള ചരിത്രത്തിൽ അതിനു മുമ്പുണ്ടായിട്ടില്ല, അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. വളരെ ആവേശത്തോടുകൂടി വലിയ ഉത്സാഹത്തോടുകൂടി പണ്ട് അയോധ്യയിലേക്ക് കർസേവകർ പോയ പോലെ ചില ചടങ്ങുകളോടും കൂടിയിട്ടാണ് ഈ CPM പ്രവർത്തകർ കാസർഗോഡ് മുതൽക്ക്, അല്ലെങ്കിൽ ബെന്തെടുക്ക മുതലായ പ്രദേശങ്ങൾ മുതൽക്ക് പാറശാല കളിയിക്കാവള്ള വരെയുള്ള ഭാഗത്ത് നിന്നും പുറപ്പെട്ടത്. ഇത്തവണ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കഥ കഴിച്ചിട്ടേ വരികയുള്ളൂ എന്നൊക്കെ ഓരോ സ്ഥലത്തും ഇവര് വീരവാദം മുഴക്കിയിട്ടാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് വന്നു, സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഗംഭീരമായിട്ട് നടന്നു. അന്ന് സിക്കിം റൈഫിൾസിനും ആസാം സ്പെഷ്യൽ പോലീസിനും ഒക്കെ ഇവിടെ ഇറക്കുമതി ഉമ്മൻചാണ്ടി ഇവരെ നേരിടാനായിട്ട്. അതുവരെ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ അടുപ്പക്കാരനും ഏറ്റവും അടുത്ത ആളായിട്ട് അറിയപ്പെട്ടിരുന്ന PC ജോർജ് വരെ ഇങ്ങനെ ജനങ്ങൾക്കെതിരെ പട്ടാളത്തെ പോലീസിലേക്ക് ഇറക്കി സമരം ചെയ്യിക്കുന്നത് ശരിയല്ല, അവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് അഭിപ്രായപ്പെട്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനം ആസന്നമായി എന്നെല്ലാവരും വിചാരിച്ച ആ സമയത്ത് പെട്ടെന്ന് സമര മുന്നണിയിൽ നിൽക്കുന്ന തോമസ് ഐസക്കിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സമരം പിൻവലിക്കുക. അപ്പൊ എന്തുകൊണ്ട് പിൻവലിച്ചു എന്ന ചോദ്യം അവിടെ വന്നു. ഇതിന്റെ പുറകിൽ വളരെ വ്യക്തമായ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം, അന്നേ അറിയാം. പക്ഷെ അതിന് വ്യക്തത ഉണ്ടായിരുന്നില്ല, അതിന് സ്പഷ്ടത ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും അപഹാസ്യമായ, ഏറ്റവും ജീർണിച്ച, ഏറ്റവും ലജ്ജാകരമായ ഒരു അധ്യായമായിട്ട് അത് അവസാനിച്ചു. അതിന്റെ തുടർ ചലനങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. പല ഘട്ടങ്ങളിൽ ശിവരാജൻ കമ്മീഷനായിട്ടും അതിന്റെ നാണം കെട്ട തെളിവെടുപ്പ് രീതികളുമായിട്ടും അതിന്റെ അന്തവും കുന്തവും ഇല്ലാത്ത റിപ്പോർട്ടായിട്ടും അതിനെ തുടർന്നുണ്ടായ നിയമ നടപടികളായിട്ടും ഉമ്മൻചാണ്ടിക്ക് മരണാനന്തരം പോലും നേരിടേണ്ടി വന്ന അപഖ്യാതി, അപമാനം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പെൺമക്കൾക്ക് ഒക്കെ നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ, ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടില്ലല്ലേ. അതൊക്കെ ആർക്കും മറന്നുപോകാൻ സമയമായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങേയറ്റം അപഹാസ്യമായ, ലജ്ജാകരമായ ഒരു നാടകമായിട്ട് ഈ സമരം പര്യവസാനിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചതിന്.